എജിയോൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫയർമാനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് താപവും ഊഷ്മാവും. ഓക്കെ, ഇപ്പോൾ താപം എന്ന് പറഞ്ഞാൽ, താപം എന്നാൽ ഊർജത്തിൻ്റെ ഒരു രൂപമാണ്, എന്ന് വെച്ചാൽ എനർജിയാണ്. എനർജിൻ്റെ മറ്റൊരു ഫോമാണ് താപം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ചലനം മൂലമാണ് ഇത് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ ആ വസ്തുവിലുണ്ടാവുന്ന തന്മാത്രകളുണ്ട്, ഈ തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ചലനം മൂലമാണ് ഈ വസ്തുവിൽ എന്തുണ്ടാവുന്നത്, താപമുണ്ടാകുന്നത്. ആ താപം എന്ന് പറയുന്നത് എന്താണ്, എനർജിയുടെ മറ്റൊരു രൂപമാണ്. ജൂൾ അല്ലെങ്കിൽ കലോറി എന്നിവയാണ് താപത്തിൻ്റെ യൂണിറ്റുകൾ. 2 യൂണിറ്റുകളാണ്, വളരെ പ്രധാനപ്പെട്ട 2 യൂണിറ്റുകളാണ് ജൂൾ അതുപോലെ തന്നെ കലോറി. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ജൂൾ അല്ലെങ്കിൽ കലോറി ഇവ രണ്ടുമാണ് താപത്തിൻ്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജൂൾ എന്നത് എല്ലാത്തരം എനർജികൾക്കും പൊതുവായിട്ട് നൽകുന്ന യൂണിറ്റാണ്. എനർജിയുടെ ഒരു കോമൺ യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കലോറി എന്നതും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ എനർജിയുടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും കലോറി എന്ന് എടുത്തു പറയും. ഓക്കെ, ജൂളും കലോറിയും എനർജിയുടെ യൂണിറ്റുകളാണ്. മാത്രമല്ല നമ്മളിവിടുത്തെ താപത്തിൻ്റെ യൂണിറ്റും കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ ജൂൾ എന്ന് പറയുന്നതും കലോറി എന്ന് പറയുന്നതും. ഓക്കെ, ഒരു കലോറി എന്നത് 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ്, 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി വർദ്ധിപ്പിക്കുന്നു. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ്. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ 1 ഗ്രാം വെള്ളം എടുത്തു, അതിന് 1 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ അതിന് 38 ഡിഗ്രി അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അത് 39 ഡിഗ്രി ആക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ 1 കലോറി എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ 1 കലോറി എന്ന് പറയുന്നത് നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4.18 ജൂളാണ്. 4.18. ഓക്കെ, 4ൻ്റെ സ്ക്വയർ 16. ഓക്കെ, 16 കൂടെ ഒരു 2 കൂട്ടിയത് 18, 4.18. ഓക്കെ, അതായത് 4.18 ജൂളാണ് 1 കലോറി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണേ, മറക്കരുതേ. ദെൻ അടുത്തതായിട്ട് ഊഷ്മാവ് അഥവാ താപനില. ഓക്കെ, ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ എത്രമാത്രം താപം അടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അളവാണ്. ഓക്കെ, മറ്റേത് അതിൻ്റെ ചലനം മൂലം ഉണ്ടാകുന്ന ആ ഒരു എനർജിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, താപം എന്ന് വിളിക്കുന്നത്. എന്നാൽ താപനില അഥവാ ഊഷ്മാവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ എത്രമാത്രം താപം അടങ്ങിയിരിക്കുന്നു, അതിൽ എത്രമാത്രം ടെമ്പറേച്ചർ അടങ്ങിയിരിക്കുന്നു എന്നതിനനുസരിച്ച് പറയുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, താപനില എന്ന് വിളിക്കുന്നത്. ഓക്കെ, താപനിലയ്ക്കുള്ള വ്യത്യാസത്തിൻ്റെ കാരണം ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് താപോർജ്ജം ഒഴുകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ താപോർജ്ജ വ്യത്യാസം. ഇപ്പോൾ നമ്മളൊരു കമ്പിയുടെ കഷ്ണം എടുക്കുക എന്ന് വിചാരിക്കുക. ആ കമ്പിയുടെ കഷ്ണത്ത് ഒരറ്റത്ത് ചൂടാക്കുമ്പോൾ അതിലെ തന്മാത്രകൾ മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ ചലിക്കും. അങ്ങനെയുള്ള ഈ പറഞ്ഞ താപം അതിലൂടെ സഞ്ചരിച്ച് ആ മൊത്തം വസ്തു ചൂടാവുന്നു. ഓക്കെ, അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഈ താപത്തിൻ്റെ ചലനമാണ് താപവ്യത്യാസം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണേ. ദെൻ ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിപ്പിക്കുമ്പോൾ വസ്തുവിൻ്റെ താപനില വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ ഗതികോർജ്ജം എന്ന് പറയുമ്പോൾ അത് സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗതികോർജ്ജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വസ്തുവിൻ്റെ ഉള്ളിലെ തന്മാത്രകളുടെ ചലനം കൂടുമ്പോൾ ഈ പറഞ്ഞ താപവും കൂടും, ഊഷ്മാവും കൂടും എന്നതാണ്. ദെൻ സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില നമ്മോട് ചോദിക്കാറുണ്ട്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് സൂര്യനിലെ സൂര്യ ഉപരിതലത്തിലെ ശരാശരി താപനില, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഊഷ്മാവ് അല്ലെങ്കിൽ താപനില നമുക്ക് സെൽഷ്യസിലും അതുപോലെ തന്നെ ഫാരൻഹീറ്റും അതുപോലെ തന്നെ കെൽവിനിലും ഈ 3 യൂണിറ്റുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. ഇതിൽ കെൽവിനാണ് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഈ പറഞ്ഞ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മളുടെ തെർമോമീറ്റർ സാധാരണയായിട്ട് ഈ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്, ഊഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമുക്ക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. തെർമോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഗലീലിയോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള തെർമോമീറ്ററുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെർക്കുറി തെർമോമീറ്റർ. ഏതാണ് മെർക്കുറി തെർമോമീറ്റർ? കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയേൽ
ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആരാണ്? ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെർമോമീറ്ററിൻ്റെ ഉള്ളിൽ മെർക്കുറി ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വ്യക്തി. ദെൻ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ കക്ഷത്തിലൊക്കെ വെച്ച് നമ്മൾ പനിയൊക്കെ ഉണ്ടോയെന്ന്, ശരീരത്തിലൊക്കെ വെച്ച് പനിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്ന ആ ഒരു തെർമോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തിയാണ് സർ തോമസ് ആൽബർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ നമ്മളുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ്, അതായത് അതിൻ്റെ അളവുകോലാണ് നമ്മളുടെ ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫാരൻഹീറ്റ് സ്കെയിലാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ തെറ്റിപ്പോവരുത്. നിങ്ങളോട് സാധാരണയായിട്ട് ചോദിക്കും മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചതായി അത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. എന്നാൽ ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ള സ്കെയിൽ അത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഓക്കെ, രണ്ടിടത്തും ഫാരൻഹീറ്റ്, ഈ വ്യക്തി തന്നെയാണ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തോടുള്ള ആദര സൂചകമാണ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ തെർമോമീറ്ററിലെ മെർക്കുറിയിൽ അളവ് രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ഈ മെർക്കുറിയുടെ സങ്കോചവും അതുപോലെ തന്നെ വികാസവും ഉള്ള അതിൻ്റെ ആ ഒരു ദ്രാവകത്തിൻ്റെ കഴിവാണ് അവിടെ നമ്മൾ അളക്കുന്നത്. ഓക്കെ, നമ്മൾ ചൂട് കൂടുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് വികസിക്കും. അതുപോലെ തന്നെ തണുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് സങ്കോചിക്കും. ഈ ഒരു കഴിവാണ് നമ്മളവിടെ എന്ത് ചെയ്യണത്? നമ്മളുടെ ആ സ്കെയിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത് എന്നാണ് നമ്മളവിടെ പറയുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്കിതിൽ പല തരത്തിലുള്ള സ്കെയിലുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്, സെൽഷ്യസ് സ്കെയിലുണ്ട്. ഇതിൽ കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് താപനില രേഖപ്പെടുത്തുവാൻ സാധ്യമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് താപനില രേഖപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറന്നു പോകരുത്. ഓക്കെ, നെഗറ്റീവ് താപനില രേഖപ്പെടുത്തുവാൻ സാധ്യമല്ല. ദെൻ ഇത് ആവിഷ്കരിച്ചത് ലോർഡ് കെൽവിനാണ്. ആ പേര് തന്നെയുണ്ട്. ഈ പറഞ്ഞ താപനില കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ച വ്യക്തിയാണ് ലോർഡ് കെൽവിൻ എന്ന് പറയുന്നത്. ദെൻ സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സൺ സെൽഷ്യസ് ആണ്. ഓക്കെ, ആ പേര് തന്നെയുണ്ട്, ആൻഡേഴ്സൺ സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത്. ദെൻ ഓരോന്നിൻ്റെയും നമ്മളുടെ ഒരു കൺവേർഷനാണ് താഴെ തന്നിരിക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിനും 273 ഡിഗ്രി കെൽവിനും ഓക്കെ തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റിനും 373 ഡിഗ്രി കെൽവിനും തുല്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിനും 273 ഡിഗ്രി കെൽവിനും തുല്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റിനും 373 ഡിഗ്രി കെൽവിനും തുല്യമാണ്. ഓക്കെ, ദെൻ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കണക്കാക്കുന്ന അല്ലെങ്കിൽ ഒരേ മൂല്യം ഊഷ്മാവ് കാണിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -40 ഡിഗ്രിയാണ്. ഓക്കെ, -40 ഡിഗ്രിയിൽ നമുക്കറിയാം സിയിലും എഫിലും ഓക്കെ സിയും എഫും ഈക്വൽ ആയിട്ട് വരുന്നത് -40 ഡിഗ്രിയിലാണ്. ഓക്കെ, -40 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലും -40 ഡിഗ്രി സെൽഷ്യസിലും അത് ഈക്വൽ ടെമ്പറേച്ചർ കാണിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടിലും ഒരേ വാല്യൂ ആയിരിക്കും, -40 ഡിഗ്രി എന്നായിരിക്കും. ഓക്കെ, ദെൻ ഫാരൻഹീറ്റ് സ്കെയിലിലും അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം. ഓക്കെ, ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്നത് -574.25. ഓക്കെ, -574.25 ഡിഗ്രി സെൽഷ്യസിൽ കെൽവിനിലും അതുപോലെ തന്നെ ഫാരൻഹീറ്റിലും എന്ത് ചെയ്യും? ഈക്വൽ ടെമ്പറേച്ചർ കാണിക്കും. എന്നാൽ സിയും കെയും സെൽഷ്യസും കെൽവിനും അതൊരിക്കലും തുല്യമായിട്ടുള്ള ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കാണിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സിയും എഫും ഈക്വലായിട്ട്, അതായത് സെൽഷ്യസും ഫാരൻഹീറ്റും -40, ഫാരൻഹീറ്റും കെൽവിനും ഒരേ ടെമ്പറേച്ചർ -576.25 നമുക്ക് 574.25 ഡിഗ്രിയിലും ഈക്വൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ സെൽഷ്യസിലും അതുപോലെ തന്നെ കെൽവിനിലും ഒരേ ടെമ്പറേച്ചർ കാണിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റാണ്. സിയും എഫും കാണിക്കുന്നുണ്ട്, എഫും കെയും കാണിക്കുന്നുണ്ട്. സി എഫ്, എഫ് കെ. എന്നാൽ സി കെ എന്ത് ചെയ്യുന്നില്ല? ഒരേ ടെമ്പറേച്ചർ കാണിക്കുന്നില്ല. ഓക്കെ ആണല്ലോ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഈ പറയുന്ന ഫാരൻഹീറ്റും സെൽഷ്യസും അതുപോലെ തന്നെ കെൽവിനും
ഇവ തമ്മിൽ ഈ പറയുന്ന എപ്പോഴും ഒരേ ടെമ്പറേച്ചർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. 1 യൂണിറ്റ് ആയിരിക്കും അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് കേവല പൂജ്യം. കേവല പൂജ്യം എന്ന് പറയുന്നത് 0 ഡിഗ്രി കെൽവിനെയാണ് നമ്മൾ കേവല പൂജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലയ്ക്കുന്ന ഊഷ്മാവ്, കംപ്ലീറ്റ് അതിലെ ഒരു തന്മാത്ര പോലും, നമ്മൾ പറഞ്ഞു താപനില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ തന്മാത്രകൾ ഓടി നടന്ന് ഉണ്ടാവുന്ന ആ ഒരു ഗതികോർജ്ജം മൂലം ഉണ്ടാവുന്നതാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേവല പൂജ്യം എന്ന് വിളിക്കുന്നത്, അബ്സല്യൂട്ട് 0 എന്ന് വിളിക്കുന്നത്. ഓക്കെ, 0 ഡിഗ്രി കെൽവിനെയാണ് നമ്മൾ കേവല പൂജ്യം എന്ന് പറയുന്നത്. അത് സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസും, കെൽവിനിൽ പറയുകയാണെങ്കിൽ -459.67 ഫാരൻഹീറ്റുമാണ്. ചൂടാക്കുമ്പോൾ പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് 2 നിയമങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇത് കഴിഞ്ഞാൽ സംസാരിക്കുവാനുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന, കെമിസ്ട്രി പഠിച്ച, സയൻസ് പഠിച്ച ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന 2 നിയമങ്ങളാണ്. ഒന്ന് ബോയിൽസ് നിയമവും മറ്റൊന്ന് ചാൾസ് നിയമവും. ഓക്കെ, ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഷ്മാവ് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും അതുപോലെ തന്നെ മർദ്ദവും എന്ന് പറഞ്ഞാൽ വോളിയം ആൻഡ് പ്രഷർ വിപരീത അനുപാതത്തിലായിരിക്കും എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ള എന്താ, വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞാൽ V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് പറയുന്നതാണ് നമ്മളുടെ ബോയിൽസ് നിയമം. ഓർത്തു വെക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. ഓക്കെ, ഒരു ബലൂണ് നമ്മൾ എന്ത് ചെയ്യണേ, ആ ബലൂണിൻ്റെ വോളിയം കൂട്ടിയാൽ അതിൻ്റെ ഉള്ളിലെ പ്രഷർ എന്ത് ചെയ്യും, കുറയും അല്ലേ. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലൂണിൻ്റെ വോളിയം കുറയൂലേ. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും, കുറയും. പ്രഷർ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബലൂൺ ചുരുങ്ങി നിൽക്കൂലേ. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞാൽ മതി. ബലൂണിൽ പ്രഷർ കൊടുക്കുന്നു, ഒരേ സ്ഥിര ടെമ്പറേച്ചറാണ്, ബലൂണിൽ പ്രഷർ കൊടുക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വോളിയം ചുരുങ്ങുന്നു. ഈ നിയമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബോയിൽസ് നിയമം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ചാൾസ് നിയമം, നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചറും ഈ പറഞ്ഞ പ്രഷറും അതുപോലെ തന്നെ വോളിയവും തമ്മിലുള്ള ബന്ധങ്ങളെയാണ് നമ്മളിവിടെ 2 നിയമങ്ങളാക്കിയിട്ടുള്ളത്. ഒന്ന് ബോയിൽസ് നിയമം, രണ്ടാമതാണ് ചാൾസ് നിയമം. മർദ്ദം, പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ, എന്താണ് പ്രഷർ, രണ്ടാമത്തേൽ പറയുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം, വോളിയവും ഊഷ്മാവും, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ എന്താണ്, അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനോട് കൂടെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് 1 ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുമ്പോൾ വോളിയത്തിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും, എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ വോളിയം 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ 1/273 എന്ത് ചെയ്യും, അതായത് 273 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണം, അത്രയും പാർട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വോളിയം കൂടും. ഇപ്പോൾ ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി. ഇപ്പോൾ ഒരു ബലൂണിൽ 20 ഡിഗ്രി ആണ് അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. നമ്മൾ 21 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ ഈ ബലൂണ് ഒന്ന് വികസിക്കും. ആ വികസിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ അത് 0 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വോളിയം ഉണ്ടാവുമല്ലോ, ആ വോളിയത്തിനെ 273 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണം എത്രയാണോ അത്രയും വോളിയം ഇതെന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മളിവിടെ തൊട്ട് താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസ് 1 ഡിഗ്രി സെൽഷ്യസ് ദ വോളിയം, ഓക്കെ, ആ വോളിയം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ 1/273 എന്ത് ചെയ്യും, പാർട്ട് കൂടും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. അത് ഈ ചാൾസ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവിടെ ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവാണ് താപധാരിത എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവാണ് താപധാരിത എന്ന് പറയുന്നത്. യൂണിറ്റ് ഓർത്ത് വെക്കണം. യൂണിറ്റ് ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്, J/ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളിതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോ തവണയും ഈ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് കവർ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്ന്. ഓക്കെ, യൂണിറ്റ് മാസമുള്ള, അതായത് ഒരു വസ്തുവിന് എന്താണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മാസ് കണക്കാക്കിയിട്ടുണ്ട്, ഒരു ഭാരമുണ്ട്. യൂണിറ്റ് മാസമുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് എന്താണ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപത്തെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വസ്തുവിൻ്റെ ഭാരം കൂടെ നമ്മൾ പറഞ്ഞു. ഒരു യൂണിറ്റ് ഭാരമുള്ളൊരു വസ്തുവിനെ 1 ഡിഗ്രി സെൽഷ്യസ് എന്താണ് ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട താപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കപ്പിൽ 1 ലിറ്റർ ചായ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ 1 ലിറ്റർ ചായയുടെ താപം 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട താപത്തെയാണ് നമ്മളതിൻ്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലിറ്ററും കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് പ്രധാനപ്പെട്ടതാണ് ജൂൾ കിലോഗ്രാം പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ജൂൾ ബൈ കിലോഗ്രാം ബൈ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ജലത്തിൻ്റെ വിശിഷ്ടതാരിത മറ്റുള്ള വസ്തുവേക്കാൾ വളരെ കൂടുതലാണ്. അതിനാൽ ജലത്തിന് വളരെയധികം താപത്തെ വലിച്ചെടുത്ത് ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു പ്രത്യേകത ജലത്തിനുണ്ട്. ഓക്കെ, മറ്റു വസ്തുക്കളെക്കാൾ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ ജലത്തിന് നിശ്ചിത അളവിൽ ഒരു നിശ്ചിത അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം മറ്റു വേറെ ഏതെങ്കിലും ഒരു ലിറ്റർ ഓയിലാണെന്ന് വിചാരിക്കുക, 1 ലിറ്റർ വെളിച്ചെണ്ണ. ഈ 1 ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ എന്ത് ചെയ്യാണ്, ചൂടാക്കുമ്പോൾ ആ 1 ലിറ്റർ വെളിച്ചെണ്ണ ചൂടാവാൻ എടുക്കുന്ന സമയവും അതുപോലെ തന്നെ നമ്മളുടെ ജലം 1 ഡിഗ്രി സെൽഷ്യസ് ചൂടാവാൻ എടുക്കുന്ന സമയം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതിനൊപ്പം ആ പറയുന്ന താപം, ആവശ്യമായ താപം ഉണ്ടല്ലോ, ആ താപം ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ജലത്തിനെന്ന് പറയുന്നത്. ഓക്കെ, ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത മറ്റുള്ള വസ്തുക്കളെക്കാൾ വളരെ കൂടുതലാണ്. അതിനാൽ ജലത്തിന് വളരെയധികം താപത്തെ വലിച്ചെടുത്ത് ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാകും. എന്ന് വെച്ചാൽ ആ വെള്ളം ചൂടാവണമെങ്കിൽ കുറേ താപം നൽകണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രയോഗിക്കുന്ന സമയത്ത് താപത്തെ വലിച്ചെടുക്കുകയും ഈ താപത്തെ വലിച്ചെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അഗ്നിശമനം സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കുറച്ച് വസ്തുക്കളും അവയുടെ വിശിഷ്ട താപധാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ജലം 4200 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇരുമ്പ് എന്ന് പറയുന്നത് 460 ഡിഗ്രിയാണ്. ദെൻ അലുമിനിയം എന്ന് പറയുന്നത് 900 ആണ്. ചെമ്പ് എന്ന് പറയുന്നത് 400 ആണ്. ഗ്ലാസ് എന്ന് പറയുന്നത് 670 ആണ്. ഓക്കെ, അത് ജൂൾ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുക കേട്ടോ. 4200 ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. 1 കിലോഗ്രാം ജലത്തിന് നൽകേണ്ട ടെമ്പറേച്ചർ ഇൻ ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാണ്. 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ്. എന്ന് വെച്ചാൽ ഒരു ഐസുണ്ട്, 1 ഗ്രാം ഭാരമുള്ള ഒരു ഐസുണ്ട്. ആ ഐസ് ഉരുകിയിട്ട് വെള്ളമാകണമെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കൊടുക്കണം. ഇപ്പോൾ ഐസ് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ, ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യില്ല, അത് ഉരുകി പോവില്ല. അപ്പോൾ ഒരു സ്ഥിരമായ ഊഷ്മാവിൽ ഒരു ടെമ്പറേച്ചർ, നിശ്ചിത ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അതെന്താണ്, ആ ഐസ് വെള്ളമാവണം. ഓക്കെ, അതിനൊരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഐസ് എന്ത് ചെയ്യും, ഉരുകി വെള്ളമാകുന്നു, ദ്രാവകമാകുന്നു. അപ്പോൾ ഒരു ഖരാവസ്തു എന്ത് ചെയ്യണം, ദ്രാവകാവസ്ഥയിലാവുന്നു സ്ഥിര ടെമ്പറേച്ചറിൽ. ആ ഒരു ഖരാവസ്ഥയിലാകാൻ ആവശ്യമായ താപമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദ്രവീകരണ ലീനതാപം. ദ്രവമാക്കാനുള്ള
എന്താണ് മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഐസിൻ്റെ ദ്രവീകരണ ലീന താപം എന്ന് പറയുന്നത് 80 കലോറിയാണ്. 80 കലോറിയാണ്. ദെൻ ജൂൾ പെർ കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ 33,600, ദെൻ 33,600 ജൂൾ പെർ കിലോഗ്രാമാണ് ഐസിൻ്റെ ദ്രവീകരണ ലീന താപം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായിട്ടുണ്ടാവും. ഐസ് എന്ന് പറയുന്ന സാധനം എന്താണ് ഉരുകി വെള്ളമാകുന്നത്, അതിനു വേണ്ട താപത്തെയാണ് നമ്മൾ ദ്രവീകരണ ലീന താപം എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ബാഷ്പീകരണ ലീനതാപം. എന്താണ് ബാഷ്പീകരണ ലീനതാപം? ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ 1 ഗ്രാം ദ്രാവകം എന്ത് ചെയ്യാണ്, അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ്. അത് വെച്ചാൽ നമ്മളൊരു വെള്ളമുണ്ട്, ആ വെള്ളം എന്ത് ചെയ്യാണ്, നേരിട്ട് വാതകാവസ്ഥയിൽ എന്ത് ചെയ്യാണ്, വാതകമാവുകയാണ്. ഓക്കെ, അത്തരത്തിലുള്ള ആ ഒരു താപത്തെ, അതിനാവശ്യമായ താപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് വിളിക്കുന്നത്. ജലത്തെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാലും അത് എന്ത് ചെയ്യുന്നില്ല, ബാഷ്പമായിട്ട് മാറുന്നില്ല. ബാഷ്പീകരിച്ച് വാതകമായി പോകുന്നില്ല. ഓക്കെ, ദെൻ ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത് 540 കലോറിയാണ്. 540 കലോറി ഊർജ്ജം നൽകിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക, അത് താപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ജൂളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുക, അത് ദ്രാവകത്തിൽ നിന്നും വാതകമായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, ദെൻ വാതകങ്ങളുടെ ദ്രവീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഒന്നാമത്തതാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഓക്കെ, ക്രിട്ടിക്കൽ പ്രഷർ വാതകങ്ങളുടെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, വാതകം തിരിച്ച് എന്താക്കണം, ദ്രാവകമാക്കണം. അതാണ് വാതകങ്ങളുടെ ദ്രവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് കൊടുക്കേണ്ടത് ക്രിട്ടിക്കൽ പ്രഷറാണ്. എന്ന് വെച്ചാൽ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ദ്രാവകമാക്കി മാറ്റാൻ കഴിയും. ഇതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ്, അതുപോലെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ചാൽ അതിനെ കംപ്രസ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ദ്രാവക രൂപത്തിലാണ് പലപ്പോഴായിട്ട് പെട്രോളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഗ്യാസൊക്കെ നമുക്ക് കൊണ്ടുവരിക അല്ലേ. ഈ ഗ്യാസ് ഈ പറഞ്ഞ ദ്രാവക രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കൊടുക്കും. ആ പ്രഷറിനെയാണ് ക്രിട്ടിക്കൽ പ്രഷർ, ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെ മാത്രമുള്ള വാതകങ്ങളെയാണ് മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഓക്കെ, ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ നമുക്ക് പ്രഷർ കൊടുത്തിട്ടും കാര്യമില്ല, എന്താവില്ല, അത് ദ്രാവകമായിട്ട് മാറില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെയുള്ള വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. അല്ലാത്ത ഈ ഊഷ്മാവിന് മുകളിലുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഊഷ്മാവിന് മുകളിൽ ആണെങ്കിൽ നമുക്ക് പ്രഷർ കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ദ്രാവകമാക്കി മാറ്റാൻ പറ്റില്ല. ഒരു എക്സാമ്പിളാണ് താഴെ നൽകിയിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 31 ഡിഗ്രി സെൽഷ്യസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ് 31 ഡിഗ്രി സെൽഷ്യസ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് നിശ്ചിത പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഈ 31 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറാണ് കാർബൺ ഡൈ ഓക്സൈഡിനുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ദ്രാവകമാക്കാൻ കഴിയില്ല എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പ്രഷറും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്കാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. എന്താണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം വന്നിട്ടുള്ളൊരു ഏരിയയാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ, ചില ഖരവസ്തുക്കൾ ദ്രാവകമാകാതെ നേരിട്ട് എന്ത് ചെയ്യാണ്, വാതകമാകുകയാണ്. ഓക്കെ, വാതക രൂപത്തിൽ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറഞ്ഞ ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കർപ്പൂരകം ചൂടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയഡിൻ ചൂടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രൈ ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കത് നേരിട്ട് എന്ത് ചെയ്യും, നേരിട്ട് വാതകമായി പോകും. അത് വെച്ചാൽ ദ്രാവകമാകാതെ
ചൂടാക്കാതെ നേരിട്ട് വാതകമായിട്ട് പോകും. ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ അത് വാതകമായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് ഉദാഹരണമാണ് ഡ്രൈ ഐസ്. കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യമാണ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവർ എന്താണ്? അത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് എന്ത് നമ്മളുടെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് താപപ്രസരണം. താപം പല വഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. പ്രധാനമായിട്ടും 3 രീതികളാണുള്ളത്. ഒന്ന് ചാലനം, മറ്റൊന്ന് സംവഹനം, മറ്റൊന്ന് വികിരണം. പല രീതിയിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചാലനം. ചാലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ. ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് ചാലനം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വസ്തുവുണ്ട്. ആ വസ്തുവിൽ ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലേക്ക് എത്തി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ അറ്റത്തേക്ക് താപം എത്തുന്നതിനെയാണ് ചാലനം എന്ന് വിളിക്കുന്നത്. തന്മാത്രകളിലൂടെ കൈമാറിയിട്ട് ചെല്ലുന്നതിനെയാണ് ചാലനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ എന്നാൽ ഒരു സംവഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നില്ല ചില കൺവെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ്രാവകങ്ങളിലോ വാതകങ്ങളിലോ ഒരു ഭാഗം ചൂടാകുമ്പോൾ, ഓക്കെ, ദ്രാവകം അല്ലെങ്കിൽ വാതകത്തിൽ ഒരു ഭാഗത്ത് ചൂടാക്കുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? വ്യാപിക്കും. ഇത്തരത്തിൽ താപം സംവഹനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇല്ലെങ്കിൽ വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംവഹനം എന്ന് വിളിക്കുന്നത്. തന്മാത്രകളുടെ ചലനം മൂലം താപം മൊത്തത്തിൽ വ്യാപിക്കുകയാണ്. ഈ പറഞ്ഞ ഒരു തന്മാത്രയിൽ നിന്ന് ഒരു തന്മാത്രയിലേക്ക് കൈമാറുകയാണെങ്കിൽ അത് ചാലനമാണ്. ഈ പറഞ്ഞ രീതിയിൽ വാതകത്തിലോ ദ്രാവകത്തിലോ ചൂടാക്കുമ്പോൾ തന്മാത്രയുടെ ചലനം മൂലമുണ്ടാകുന്ന വ്യാപനത്തെ നമ്മൾ സംവഹനം എന്ന് വിളിക്കുന്നു. ഓക്കെ, വെള്ളം ചൂടാക്കുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ രീതിയിലാണ് ഈ പറഞ്ഞ താപസംവഹനം നടക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താപപ്രസരണം നടക്കുന്നത് എങ്ങനെയാണ്? ഈ സംവഹന രീതിയിലാണെങ്കിൽ തന്മാത്രകളുടെ ചലനമാണ്. ചാലനം മൂലമാണെങ്കിൽ അതെന്താണ്? തന്മാത്രയിൽ നിന്നും തന്മാത്രയിലേക്ക് കൈമാറിക്കൊണ്ടാണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് വികിരണം. ഓക്കെ, ദെൻ വികിരണം വഴി ചൂട് ഉണ്ടാക്കുന്ന ഉറവിടത്തിൽ നിന്നും താപം വികിരണങ്ങൾ മാധ്യമങ്ങളുടെ ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് ഒരു മീഡിയം വേണ്ട, ഈ മീഡിയം ആവശ്യമില്ലാതെ മറ്റൊരു വസ്തുവിലേക്ക് എന്ത് ചെയ്യാണ്? എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ വികിരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന ചൂട് നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. അപ്പോൾ വികിരണം എന്ന് വെച്ചാൽ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ലാതെ ഹൃദ്യരേഖയിലൂടെ സഞ്ചരിച്ചത് എന്ത് ചെയ്യാണ്? അത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വികിരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിച്ചത്. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഈ സബ്ലിമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഖരാവസ്ഥയിലുള്ള വസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഉദാഹരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഡ്രൈ ഐസാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. അത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. ഡൈ കെമിക്കൽ പൗഡേഴ്സ്, DCP. ഓക്കെ, അഗ്നിശമനം സാധ്യമാക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ പൊടിയാണ് ആ ഒരു പൗഡറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DCP എന്ന് പറയുന്നത്. അഗ്നിശമനം സാധ്യമാക്കുന്ന വിവിധ തരത്തിലുള്ള രാസവസ്തുക്കളുടെ പൗഡറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DCP എന്ന് വിളിക്കുന്നത്. അതിൽ 3 ടൈപ്പ് DCPകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡൈ കെമിക്കൽ പൗഡേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടൈപ്പാണ് BC ടൈപ്പ്. ഓക്കെ, BC ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ബിയും ക്ലാസ് സി എന്നീ ഫയറുകൾ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പിനെയാണ് BC ടൈപ്പ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് അതിൽപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്, പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മിശ്രിതത്തിൽ സോഡിയം ബൈകാർബണേറ്റ് 97% സോഡിയം ബൈകാർബണേറ്റ് ആയിരിക്കും. ദെൻ മെഗ്നീഷ്യം സ്റ്റിറൈറ്റ് എന്ന് പറയുന്നത് 1.5%, മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് 1%, ദെൻ ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് 0.5%. ഒന്നും കൂടെ പറയാം, സോഡിയം ബൈകാർബണേറ്റ് 97%, മെഗ്നീഷ്യം സ്റ്റിറൈറ്റ് എന്ന് പറയുന്നത് 1.5%, മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് 1%, ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് 0.5%.
ദെൻ ഇതിൽ സോഡിയം ബൈകാർബണേറ്റ് ആണ് പ്രധാനമായിട്ടും അഗ്നിശമനം സാധ്യമാക്കുന്നതും. അതുപോലെ തന്നെ ഈ പൗഡർ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളതിൽ ചേർക്കുന്നതാണ് മെഗ്നീഷ്യം സ്റ്റിറൈറ്റ് എന്ന് പറയുന്ന സംഭവം. ബാക്കി 2 പൗഡറുകൾ മെഗ്നീഷ്യം കാർബണേറ്റും അതുപോലെ തന്നെ ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റും ഇത് സുഗമകരമായിട്ടുള്ള അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യാണ് അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, അതിന് സോഫ്റ്റായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന പിന്നെ പ്രവാഹത്തിന് ചേർക്കുന്ന വസ്തുക്കളാണ് മെഗ്നീഷ്യം കാർബണേറ്റും അതുപോലെ തന്നെ ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ BC ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൈപ്പ് B ആൻഡ് ടൈപ്പ് C ഫയറുകൾ അണയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് BC ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ ചേർക്കുന്ന വസ്തുക്കളാണ് സോഡിയം ബൈകാർബണേറ്റ് 97%, മെഗ്നീഷ്യം സ്റ്റിറൈറ്റ് 1.5%, മെഗ്നീഷ്യം കാർബണേറ്റ് 1%, ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ് 0.5%. ക്ലിയർ അല്ലേ? ദെൻ അതിൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ടൈപ്പ് ബിയിലും ടൈപ്പ് സിയിലും ഫയർ അണയ്ക്കുന്നതിനായിട്ടാണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇതിൽ ഈ പറഞ്ഞ് സോഡിയം ബൈകാർബണേറ്റിന് പകരമായിട്ട് നമ്മൾ അതിൽ ചേർക്കാവുന്ന സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ പറഞ്ഞു തീ അണയ്ക്കുന്നതിനായിട്ട് അഗ്നിശമനം സാധ്യമാക്കുന്നതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞതിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. ആ സോഡിയം ബൈകാർബണേറ്റിന് പകരമായിട്ട് നമുക്ക് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യൂറിയ ബേസ്ഡ് പൊട്ടാസ്യം കാർബണേറ്റും ഈ പറഞ്ഞ സോഡിയം ബൈകാർബണേറ്റിന് പകരമായിട്ട് അഗ്നിശമന ഏജൻ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? സോഡിയം ബൈകാർബണേറ്റ്, അതുപോലെ തന്നെ മെഗ്നീഷ്യം സ്റ്റിറേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ്. ഇതാണ് പ്രധാന ഘടകങ്ങൾ. അതിൽ സോഡിയം ബൈകാർബണേറ്റിന് പകരമായിട്ട് പൊട്ടാസ്യം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, യൂറിയ ബേസ്ഡ് പൊട്ടാസ്യം കാർബണേറ്റുകളും നമുക്ക് അഗ്നിശമന ഏജൻറ്റുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അടുത്ത ടൈപ്പാണ് ABC ടൈപ്പ്. ഓക്കെ, ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ഈ മൂന്നിനും നമുക്ക് അഗ്നിശമനത്തിനായിട്ട് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ഈ 3 ക്ലാസ്സുകളെയും ഫയർ എക്സ്റ്റിങ്ക്വിഷനായിട്ട് ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ DCP ആണ് ABC ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് മുഖ്യ ഘടകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി തീപിടുത്തങ്ങൾക്കും സജീവ വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ DCPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാലകത ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വൈദ്യുതി കടന്നു പോകില്ല ഈ പൗഡറിലൂടെ. ജലം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? തീ അണയ്ക്കാൻ ശ്രമിച്ചാൽ വൈദ്യുതി ഉള്ളതാണെങ്കിൽ ആ ജലം വൈദ്യുത ചാലകമാണ്, അതിലൂടെ വൈദ്യുതി ഇങ്ങോട്ട് പ്രവഹിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ പിന്നെ വേറെയും അത്യാഹിതങ്ങൾ സംഭവിക്കാം. അത്തരം അത്യാഹിതം സംഭവിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ DCP എന്ന് വെച്ചാൽ ഡൈ കെമിക്കൽ പൗഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ABC ടൈപ്പും BC ടൈപ്പും ഒക്കെ വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന പിന്നെ അഗ്നിബാധ അണയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ഇതിൽ ABC ടൈപ്പിലെ ഏറ്റവും പ്രധാന ഘടകം. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ഇതിനെ മൾട്ടി ഡ്രൈ കെമിക്കൽ പൗഡർ എന്നും വിളിക്കും. മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡറും എന്നും ഇതിനെ അറിയപ്പെടുന്നു. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട ഡ്രൈ കെമിക്കൽ പൗഡേഴ്സാണ് TEC. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടെർനാനി യൂട്ടെറ്റിക് ക്ലോറൈഡ്. ഒന്നുകൂടി പറയാം, ടെർനാനി യൂട്ടെറ്റിക് ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് TEC ടൈപ്പ് എന്ന് പറയുന്നത്. അതിലെ ഘടകങ്ങളും താഴെ പറയുന്നുണ്ട്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബ്രോമിയം ക്ലോറൈഡ്, 3 ക്ലോറൈഡുകളാണ്. സോഡിയം, പൊട്ടാസ്യം എന്നാണ്. അതുപോലെ തന്നെ ബേരിയം ക്ലോറൈഡാണ്. സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ ബേരിയം ക്ലോറൈഡ്. അതിൻ്റെ പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് 20%, പൊട്ടാസ്യം ക്ലോറൈഡ് 29%, അതുപോലെ തന്നെ ബേരിയം ക്ലോറൈഡ് 51%മാണ് അതിലുപയോഗിക്കൽ. ഇത് പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TEC ടൈപ്പ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ലോഹങ്ങളിലുണ്ടാകുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടൈപ്പ് ഡി. ഓക്കെ, ടൈപ്പ് ഡി ആണ് ഫ്ലെയിമബിൾ മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ മെറ്റൽസിലുണ്ടാകുന്ന അഗ്നിബാധ ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് സിങ്ക് കത്തുക എന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്?
തീ അണയ്ക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചു. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വൻ സ്ഫോടനം സംഭവിക്കും, പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ അത്തരം അത്യാഹിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന DCP ആണ്, ഡൈ കെമിക്കൽ പൗഡേഴ്സാണ് TEC എന്ന് പറഞ്ഞാൽ ടെർനാനി യൂട്ടറ്റിക് ക്ലോറൈഡ് എന്ന് പറയുന്നത്. പ്രധാന ഘടകം സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ഓക്കെ, ദെൻ വളരെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. DCPയുടെ പ്രധാന ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മറ്റ് മറ്റ് കെമിക്കൽസാണ് ബിറ്റുമിൻ 45%, ദെൻ സ്ലൈറ്റ് പൗഡർ 45%, അലുമിനിയം സ്റ്റിറേറ്റ് 10%. ഇങ്ങനൊരു കോമ്പിനേഷനും കൂടി ഈ TECക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, DCPയുടെ ഗുണങ്ങളാണ് വൈദ്യുത ചാലകത ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, വൈദ്യുത ചാലകം അല്ല. ദെൻ ചർമ്മത്തിന് ദോഷകാരിയല്ല, എന്ന് വെച്ചാൽ ശരീരത്തിലെ തൊലിക്ക് ദോഷകരമല്ല. വിഷമോ ലോഹനാശകമോ അല്ല, എന്ന് വെച്ചാൽ വിഷകരമായിട്ടുള്ള വിഷമയമോ ഉള്ളതോ അല്ല. അതേപോലെ തന്നെ പിന്നെ ലോഹനാശകമോ അല്ല. നമ്മൾ ഈ ലോഹത്തിലേക്ക് നമ്മളിത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ആ ലോഹം ഇത് കൊണ്ട് എന്ത് ചെയ്യാണ്, കൂടുതൽ നശിച്ചു പോകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ദ്രാവക അഗ്നിബാധയിൽ ദ്രുതഗതിയിൽ അഗ്നിശമനം, ദ്രാവക അഗ്നിബാധകളിൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലിക്വിഡ് ഫോംസിൽ, ഫ്ലെയിമബിൾ ലിക്വിഡ്സിൽ ഉണ്ടാവുന്ന അഗ്നിബാധയിൽ ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാക്കുന്ന ഒന്നും കൂടിയാണ് നമ്മളുടെ ഈ TEC എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ DCPയുടെ കുറച്ച് ദോഷങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. ഈ പറഞ്ഞ പൗഡർ മാലിന്യങ്ങൾ അവശേഷിക്കുന്നു. ഓക്കെ, പൗഡർ മാലിന്യങ്ങൾ അവശേഷിക്കുന്നു. ദെൻ അത്യാധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നാശം സംഭവിക്കുവാൻ കാരണമാകുന്നു. എന്ന് വെച്ചാൽ അതിലൊക്കെ സെൻസറുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ അതൊക്കെ നാശം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ദെൻ പിന്നെ ഇത് പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു സമീപ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ദോഷമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ DCPയുടെ ടൈപ്പുകളും അതിൻ്റെ ഗുണവും ദോഷങ്ങളും. ഓക്കെ, വളരെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏവർക്കും എല്ലാ രീതിയിലും നമ്മളുടെ ഫയർമാൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.